നമസ്തേ, ഹാപ്പി മാത്സ് അവറിലേക്ക് സ്വാഗതം. ഞാൻ ആരതി. ഈ ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്റർ 1 സെറ്റ്സിൽ എക്സാമ്പിൾ 25 ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾ 25 ഷോ ദാറ്റ് A യൂണിയൻ B ഈക്വൽ ടു A ഇന്റർസെക്ഷൻ B ഇംപ്ലൈസ് A ഈസ് ഈക്വൽ ടു B. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന A യൂണിയൻ Bയും A ഇന്റർസെക്ഷൻ Bയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ Aയും Bയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യാം. എന്താണ് ആ കൺസെപ്റ്റ് എന്ന് നോക്കാം. ഇഫ് A is a subset of B and B is the subset of A, A Bയുടെയും B Aയുടെയും സബ്സെറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? A is equal to B എന്ന് പറയാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ A Bയുടെ സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യും, പിന്നെ നമ്മൾ B Aയുടെ സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യും. സോ അങ്ങനെ രണ്ടും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? Aയും Bയും ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, ഞാൻ ആദ്യം എക്സ് എന്ന് പറഞ്ഞൊരു എലിമെന്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞ എലിമെന്റ് നമ്മുടെ എയ്ക്കകത്തുണ്ടെന്ന് വിചാരിക്കാം. ലെറ്റ് എക്സ് ബി ദ എലിമെന്റ് ഓഫ് എ. എയ്ക്കകത്തുള്ള ഒരു എലിമെന്റ് ഉറപ്പായിട്ടും എ യൂണിയൻ ബിയിൽ ഉണ്ടാവുമല്ലോ. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് എയിലെയും സെറ്റ് ബിയിലെയും എല്ലാ എലിമെന്റ്സും കൂടെ ചേർന്നിട്ടുള്ള സെറ്റ് അല്ലേ. സോ സെറ്റ് എയിലുള്ള എല്ലാ എലിമെന്റ്സും ഉറപ്പായിട്ടും എവിടെ കാണും? എ യൂണിയൻ ബിയിലും ഉറപ്പായിട്ടും ഉണ്ടാവും. സോ എനിക്കത് എങ്ങനെ എഴുതാം? എക്സ് എലിമെന്റ് ഓഫ് എ യൂണിയൻ ബി എന്ന് എനിക്ക് എഴുതാം. കാര്യം എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഇതാ, ഇത് സെറ്റ് എ, ഇത് സെറ്റ് ബി. എയിലെയും ബിയിലെയും ഫുൾ എലിമെന്റ്സിന്റെ സെറ്റാണ് എ യൂണിയൻ ബി. അപ്പം എക്സ് എയിലുണ്ടെങ്കിൽ എക്സ് എ യൂണിയൻ ബിയിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം തന്നിട്ടുണ്ട്. അതായത് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബിക്ക് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഇനി എങ്ങനെ എഴുതാം? ദിസ് ഇംപ്ലൈസ് എക്സ് എലിമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതായത് എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും ഈക്വൽ ആയതുകൊണ്ട് എക്സ് എലിമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് നമുക്ക് ഉറപ്പായിട്ടും എഴുതാം. ഈ എ ഇന്റർസെക്ഷൻ ബിയുടെ മീനിങ് എന്താണ്? സെറ്റ് എക്കും സെറ്റ് ബിക്കും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സിന്റെ സെറ്റ് എന്നാ അല്ലെ. വെൻ ഡയഗ്രം ഓർക്കുന്നില്ലേ? ഇതാ ഈ ഒരു പോർഷൻ ആണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. സെറ്റ് എക്കും സെറ്റ് ബിക്കും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സിന്റെ സെറ്റ്. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞ എലിമെന്റ് എയ്ക്ക് അകത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്സ് എന്ന് പറഞ്ഞ എലിമെന്റ് ബിക്ക് അകത്തിലും കാണും. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എക്സ് എലിമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇംപ്ലൈസ് എക്സ് എലിമെന്റ് ഓഫ് ബി. നോക്കിക്കേ, നമ്മൾ തുടങ്ങിയത് എക്സ് എലിമെന്റ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. എക്സ് എലിമെന്റ് ഓഫ് എ എന്ന് പറഞ്ഞ് അവസാനം നമ്മളിപ്പോ എന്ത് കണ്ടുപിടിച്ചു? എക്സ് എലിമെന്റ് ഓഫ് ബി എന്നും കണ്ടുപിടിച്ചു. സോ എക്സ് എലിമെന്റ് ഓഫ് എ implies x element of b means a is the subset of b. a b യുടെ സബ്സെറ്റ് ആണെന്ന് നമ്മൾ അങ്ങനെ പ്രൂവ് ചെയ്തു. എന്നിട്ട് അതിനെ നമ്മൾ 1 എന്ന് കൊടുത്തു. ഇനി നമ്മൾ എടുക്കുവാണ് let y be the element of b. y b യുടെ ഒരു എലിമെന്റ് ആണ്. അങ്ങനാണെങ്കിൽ y എന്ന് പറഞ്ഞാൽ a യൂണിയൻ b യുടെയും എലിമെന്റ് ആയിരിക്കും. കാര്യം സെറ്റ് എയിലെയും സെറ്റ് ബി യുടെയും എല്ലാ എലിമെന്റ്സും കൂടെ ചേർന്നിട്ടുള്ള സെറ്റ് ആണ് a യൂണിയൻ b എന്ന് പറഞ്ഞാൽ. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇത് നമുക്കിനി എങ്ങനെ എഴുതാം? y എലിമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് മാറ്റി എഴുതിക്കൂടെ? എന്തായി എ ഇന്റർസെക്ഷൻ ബി? സെറ്റ് എയിലെയും സെറ്റ് ബിയിലെയും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സിന്റെ സെറ്റ്. അപ്പോൾ y എ ഇന്റർസെക്ഷൻ ബിയിലുണ്ട്, അതുപോലെ ബിയിലും ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എയിലും കാണും. സോ നമുക്കത് എങ്ങനെ എഴുതാം? y എലിമെന്റ് ഓഫ് എ എന്ന് എഴുതാം. നമ്മൾ തുടങ്ങിയത് y എലിമെന്റ് ഓഫ് ബി എന്നാണ്, നമ്മൾ അവസാനം y എയിലും ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? ബി എന്ന് പറഞ്ഞാൽ എയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം. ബൈ ഇത് 2 ആക്കി എഴുതി. ബൈ 1 and 2 എനിക്ക് എന്ത് പറയാം? ഇതാണ് നമ്മുടെ 1, ഇത് നമ്മുടെ 2. ഓക്കെ, ബൈ 1 and 2 നമുക്ക് എന്ത് കിട്ടി? എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ നമുക്ക് എന്ത് പറയാം? എ ഈസ് ഈക്വൽ ടു ബി എന്ന് പറയാം. അതായത് എയുടെ ഫുൾ എലിമെന്റ്സ് ബിയിലുണ്ട്, ബിയുടെ ഫുൾ എലിമെന്റ്സ് എയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും ബിയും ഈക്വൽ. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.